ഹലോ എൻ്റെ ചാനലിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഗ്ലോബൽ NCAP-യുടെ ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഓട്ടോമോട്ടീവ് കണ്ടൻസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല, വല്ലാണ്ട് വലിച്ചിട്ടൊന്നുമില്ല. കാര്യം പറയാം, നമ്മുടെ ഗ്ലോബൽ NCAP ടെസ്റ്റിൽ ഇതുവരെ നമ്മുടെ മാരുതിയുടെ വാഹനങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ക്രാഷ് ടെസ്റ്റാണ്. അപ്പോൾ അറിയുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇല്ലാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ വാഹനം ഇറക്കുന്നതിന് മുമ്പ്, അതായത് വിപണിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. സത്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഇമ്പാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാസഞ്ചർ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ NCAP ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതൊരു 64 km/h സ്പീഡിലാണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ആ ഇമ്പാക്റ്റിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇമ്പാക്റ്റ്, അതായത് ക്യാബിനിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ, ക്രംബിൾ സോൺസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എയർ ബാഗ്സ് ഇതിൻ്റെയൊക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാരുതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ പുതിയ ഡിസയറിന്, അതായത് സ്വിഫ്റ്റ് ഡിസയർ അല്ല, പുതിയ ഡിസയർ, അപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ എന്ന പേര് മാറ്റിയിട്ട് വെറും ഡിസയറാണ്. അപ്പോൾ നമ്മുടെ ഡിസയറിന് ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ നൽകിയൊന്നുമല്ല, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ടാറ്റയുടെ വാഹനങ്ങളും ഇതും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. മീൻസ് അതായത് ഇതിൽ നോക്കുന്നത് ക്യാബിൻ്റെ ഉള്ളിലേക്കുള്ള സേഫ്റ്റിയാണ്, പാസഞ്ചർ സേഫ്റ്റി കാര്യങ്ങളാണ്. അതായത് മാരുതിയുടെ വാഹനങ്ങൾ ക്രംബിൾ സോൺ അധികമായ പോലെയാണ് ഒരു ഇടി കാണുമ്പോൾ നമുക്ക് തോന്നുക. അതായത് ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇതായിട്ട് തോന്നില്ല, അതായത് ഇടിയുടെ ഇമ്പാക്റ്റ് കുറവുള്ള പോലെയൊക്കെ തോന്നും. പക്ഷേ മാരുതിയുടെ വാഹനങ്ങൾ ആ പഴയ പോലെ തന്നെയാവും. അതായത് ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാകെ ചുരുണ്ടു കൂടുന്ന ഒരു ശൈലി തന്നെയാവും ഉണ്ടാവുക. അതായത് അവരുടെ ആ ബോഡി പാർട്സ്, അതായത് നമ്മുടെ ഹുഡ്, ഫെൻഡർ, ബമ്പർ, ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ പില്ലറിൻ്റെ ഭാഗങ്ങൾ, അതായത് ഷെല്ല് കണക്കൂട്ടാണെങ്കിൽ ഷെല്ലിലെ പില്ലറിൻ്റെ ഭാഗങ്ങളൊക്കെ പക്ക സ്ട്രോങ് ആയിട്ടാണ് വാഹനം നൽകിയിട്ടുള്ളത്. അതിന് അനുബന്ധമായിട്ട് എയർ ബാഗിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷാറാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് പാസഞ്ചർ സേഫ് ആവും. ഇപ്പോൾ അവരിതിൽ ടെസ്റ്റിലൊക്കെ നോക്കിയപ്പോഴും ഇത്ര ഇമ്പാക്റ്റ് കിട്ടിയിട്ടും, അതായത് 64 km സ്പീഡിലാണ് എല്ലാ വാഹനവും ചെക്ക് ചെയ്യണ പോലെ ഈ വാഹനം ചെക്ക് ചെയ്തിട്ടും ഈ ഇമ്പാക്റ്റിന് ശേഷം ഫ്രണ്ട് ഡ്രൈവർ സൈഡൊക്കെ തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പില്ലർ ബെൻഡായി കഴിഞ്ഞാൽ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും മീൻസ് അങ്ങനെയല്ല, അതായത് കുടുങ്ങിപ്പോവും. അതായത് ബോഡി പാനൽ ചുരുങ്ങിയിട്ട് കുടുങ്ങിപ്പോവും. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഡിസയറിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഷെല്ല് കാര്യങ്ങളൊക്കെ സ്ട്രെങ്തനാക്കി നൽകിയിട്ടുണ്ട് സുസുക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മാരുതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഡിസയറിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. ഇപ്പോൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പത്തെ ജനറേഷൻ സ്വിഫ്റ്റ് ഡിസയർ, അതിന് വെറും 2 സ്റ്റാർ റേറ്റിംഗ് മാത്രം നൽകിയിട്ടുള്ളായിരുന്നു നമ്മളെ ഗ്ലോബൽ NCAP. അപ്പോൾ മറിച്ച് ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതായത് സേഫ്റ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സേഫ്റ്റി ഉണ്ട്. പിന്നെ ഇടിക്കൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 64 km സ്പീഡിലാണ്. അപ്പോൾ വന്നിടി ഇടിപ്പിച്ചിട്ട് ഇത് പൊളിഞ്ഞല്ലോ ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവരുടെ ടെസ്റ്റ് പ്രകാരം ഉള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ചിലരൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ചിലരൊക്കെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിപ്പോൾ ഈ പറഞ്ഞാലൊന്നുമല്ലല്ലോ, അവിടെ അങ്ങനെ ഇടിണ്ടായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഇടിണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്ന്. ഇത് ഈ ടെസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സ്പീഡിൽ വെച്ചിട്ട് ചെയ്യിപ്പിച്ചോ, അപ്പോൾ 64 km സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വെച്ച് ചെയ്യിപ്പിച്ചപ്പോൾ ഗ്ലോബൽ NCAP-യുടെ ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഡിസയറിന് കിട്ടി. അതായത് മാരുതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഡിസയറൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് നല്ല ടൈം കേട്ടോ. അതായത് വാഹനം സത്യം പറഞ്ഞാൽ നല്ല വാഹനമാണ്, നല്ല ലുക്കുള്ള വാഹനമാണ്, അത്യാവശ്യം നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ മാരുതിയുടെ വാഹനമല്ലേ, വേറെ ടെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല. സർവീസിൻ്റെ ആണെങ്കിലും വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സെഡാന് നോക്കണം, ആ റേഞ്ചിൽ മതി, കുഴപ്പമില്ലാത്ത മൈലേജ് വേണം, കുഴപ്പമില്ലാത്തൊരു വാഹനം നോക്കണം, എന്തായാലും ഡിസയർ കാര്യങ്ങളൊക്കെ പരിഗണിക്കട്ടോ. അപ്പോൾ എന്തായാലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച എന്നല്ല, കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഡിസൈറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.